അറ്റ് ലാസ്റ്റ് ആട് 3 എന്ന് പറയുന്നൊരു സിനിമ കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ സ്പൈഡർമാൻ്റെ ട്രെയിലർ റിവ്യൂ ചെയ്ത സമയത്ത് എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് ഇറങ്ങുന്ന എല്ലാ സിനിമകളും കൃത്യമായിട്ട് കാണണം, എൻ്റെ ഒപ്പീനിയൻ ഇതുപോലെ പറയണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ദുരന്തർ 2 കൂടി കാണാനുണ്ട്, അത് ടൈം കിട്ടുന്ന പോലെ കാണണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ കണ്ട സമയത്ത് എൻ്റെ ഒപ്പീനിയനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു സിനിമയിൽ ഹിസ്റ്റോറിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുമ്പ് നടന്ന കാര്യങ്ങൾ നമുക്ക് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായി കണ്ടിരിക്കാം, സ്പോയിലേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ട്രെയിലർ കണ്ടവർക്കൊക്കെ ധൈര്യമായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തുടക്കത്തിൽ എനിക്ക് ചെറിയൊരു ലാഗ് പോലെ ഫീൽ ചെയ്തു. പക്ഷേ സിനിമ ഒട്ടാകെ എൻഗേജിങ് ആയിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഞാൻ വിചാരിച്ചു അയ്യോ ഇത് ലാഗ് ആയിരിക്കും, വലിയ രസം ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് ഡ്രോപ്പിലേക്ക് പോകുന്ന സമയത്ത് ഒരു പുഷ് തന്ന് പിന്നീട് ഒരു ഡ്രോപ്പ് പോലും ഇല്ലാതെ ഉടനീള സിനിമ അങ്ങ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഈ സീരിയസ് ആയിട്ടുള്ള യുദ്ധമൊക്കെ നടക്കുമ്പോൾ അവിടെ കോമഡി കയറ്റിയാൽ എങ്ങനെ ഉണ്ടാവും? സിനിമ ഉറപ്പായിട്ടും പൊട്ടാനുള്ള ചാൻസ് ഇല്ലേ? പക്ഷെ അത് വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് സിനിമയുടെ എല്ലാവിധ പെർഫോമൻസും, അതായത് ആക്ടിങ് സൈഡാണെങ്കിലും ബാക്കിയുള്ള ഓരോ ആംഗിളാണെങ്കിലും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ചധികം കഥാപാത്രങ്ങളുണ്ട്. മസ്റ്റ് വാച്ചായിട്ടുള്ളൊരു പടം എന്നെനിക്ക് തോന്നി. ഒരു തവണയെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന, ഒരു തവണയല്ല അതിൽ കൂടുതൽ ചിലവർ കയറി കാണും. കാരണം ചില കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാനൊക്കെ ചിലവർ കയറി കാണുമായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പടമാണ്, ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് കാണാൻ പറ്റിയ നല്ല മനോഹരമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്.